കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് 2 മാസം മുൻപാണ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടത്. കനത്ത മഴയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. കുഴിയിൽ സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ വീണു. നിർമ്മാണം നടക്കുന്ന സ്റ്റാൻഡ് പൂർണ്ണമായും തുറന്നിട്ട നിലയിലായതിനാൽ ആളുകൾ ഇതുവഴി കാൽനടയായി യാത്ര ചെയ്യാറുണ്ട്. ശുചിമുറിയിലേക്കും ചില കടകളിലേക്കും പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡ് കടക്കണം. കഴിഞ്ഞ 3-ാം തീയതി ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതിനാലും കാലവർഷം അടുത്തതിനാലും എത്രയും വേഗം പണി തീർത്ത് ബസ് സ്റ്റാൻഡ് തുറക്കാൻ തീരുമാനമായിരുന്നു. തീരുമാനമെടുത്തതിന്റെ പിറ്റേ ദിവസം പണി തുടങ്ങി. ഒരു ആഴ്ച കൊണ്ട് കിളച്ചെടുത്തു. ഡ്രെയിനേജിന് കുഴിയും എടുത്ത ശേഷം പണി നിർത്തിയതായി പരാതി ഉയർന്നു. ഇതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴിയുണ്ടോന്നില്ല ആർക്കും അറിയുന്നില്ല. അപ്പൊ നടന്നു വരുന്ന ആൾക്കാർ ഏകദേശം ഇവരെ ഷോപ്പിന്റെ മുമ്പിൽ ഇന്നലെ അപ്പുറത്തൊരു പെണ്ണുങ്ങൾ വീണിട്ട് കാലെല്ലാം ഫ്രാക്ചർ ആയിട്ടുണ്ടെന്നാ പറയുന്നത്. ഒരാള് ഇന്നലെ വീണു. അയാളെ വൃത്തിയാക്കി കൊടുക്കുന്ന ഞാൻ കൈ പിടിച്ച് എഴുതി അവിടുന്ന് വൃത്തിയാക്കി കൊടുക്കുന്ന സീൻ വേണം ഞങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. അത്രയ്ക്ക് വിഷമമായിരുന്നു. രാവിലെ ഒരാൾ വീണു. ഒരാളിന് എന്തോ ബസ്സിന് സമയം എന്തോ ചോദിക്കാൻ വേണ്ടി വിട്ടു ആ കുഴിയിൽ. ഇങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പം അത് മുനിസിപ്പാലിറ്റിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവര് കുറച്ച് ദിവസത്തേക്ക് മൂടിത്തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് JCB വിളിച്ചിട്ട് ഒന്ന് ലെവലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞി ഉള്ളിലേക്ക് കയറുന്നില്ല. ബസ് സ്റ്റാൻഡ് ഏരിയയിലേക്ക്. ഈ ഒരു ഏരിയയിലെ ആൾക്കാർക്കൊന്നും ഒരു കച്ചവട കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലായില്ലത്. ആത്മഹത്യൻ്റെ വക്കിലാണ് എല്ലാ കച്ചവടക്കാരും ഉള്ളത്. അപ്പം അത് ഒന്ന് ലെവലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാലവർഷം എത്തിയ സാഹചര്യത്തിൽ പെട്ടെന്ന് പണി തീർത്ത് സ്റ്റാൻഡ് തുറന്നു കൊടുത്തില്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടാകും. 1000-ൽ പരം കുട്ടികൾ ബസ് സ്റ്റാൻഡ് വഴിയാണ് സ്കൂളിൽ പോകുന്നത്. ആളുകൾ കുഴിയിൽ വീണ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. കാഞ്ഞങ്ങാട് സ്വദേശി പി നവീൻ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.